ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ ടീ ശ്രീ ടോസ്റ്റി ലൈഫ്. ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞങ്ങളുടെ ആനിവേഴ്സറി ആയിട്ട് ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡി ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുത്ത് നോക്കാം. എപ്പോഴും ഇങ്ങനത്തെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് കാണുമ്പോൾ എടുക്കണം എന്നിങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ പിന്നെ എനിക്കങ്ങനെ എന്താ പറയുക, ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ അങ്ങനെ ബ്യൂട്ടി റിലേറ്റഡ് അത്ര വലിയ നോളജൊന്നുമില്ല. പിന്നെ അങ്ങനെ അധികം റെഡിയാവുന്ന ടൈപ്പ് ആളുമല്ല ഞാനപ്പോൾ ഇപ്പോൾ പിന്നെ ഇച്ചിരി ബെറ്ററായി വരുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെ വിചാരിക്കും അതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന്. അപ്പം ഇന്നിപ്പോൾ ഒന്ന് റെഡി ആയപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പിന്നെ ഈ പ്രൊഡക്ട്സൊക്കെ എനിക്ക് തോന്നിയ പോലെ ഞാൻ ഇട്ടത്. എനിക്കത് ഇടുന്ന പ്രോപ്പർ മെത്തേഡ് അങ്ങനെയൊന്നും അറിയില്ല. ഇന്നതിട്ടിട്ട് വേണം അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അങ്ങ് ഇടുന്നുമില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ഇട്ടായിരുന്നു, അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ അത് കഴിഞ്ഞ് സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ടു. ഇനി അങ്ങനെ ഓരോന്ന് 1 by 1 കാണാം കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തപ്പം ആദ്യം ഞാൻ അറിയേണ്ട ക്യാമറ വെച്ച പൊസിഷൻ ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഫുള്ളായിട്ട് കിട്ടിയില്ല. പിന്നെ അത് കുറേ ലാസ്റ്റ് ഹെയർ ശരിയാക്കുമ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു വെച്ചു ഫോണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഐബ്രോ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഐബ്രോസ് ഇടയ്ക്ക് എനിക്ക് കുറേ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കി. പിന്നെ ഞാൻ ലിപ്പ് ലൈനറും ലിപ്സ്റ്റിക്കുമാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് ഈ പ്രൊഡക്ട്സും ഓരോന്നും ഇതിൻ്റെ ഇച്ചിരിയെങ്കിലും ഇത് അറിയാവുന്നത് മെയിൻ എൻ്റെ ഫ്രണ്ട്സും പിന്നെ എൻ്റെ ഏടത്തിയും ചേച്ചിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ഇച്ചിരി നാളായിട്ട് എനിക്കങ്ങനെ അധികം ഒന്നും അറിയില്ല. സൺസ്ക്രീൻ തന്നെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു 1 year ആയിട്ടൊക്കെയാണ് ഒന്ന് സീരിയസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയത് തന്നെ. സോ എനിക്കിപ്പോൾ പിന്നെ ഇപ്പം ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയി വരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ പൗഡറില്ലേ അതൊന്ന് ഇട്ടത്. എൻ്റെ സ്കിൻ ഓയിലിയാണ്, അപ്പോൾ അത് ഞാനിട്ടു. ബ്ലഷ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ എനിക്ക് ബ്ലഷ് ഇടാൻ അത്രയ്ക്ക് അറിയില്ല. ഇപ്പം ഈ ഇടയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. അതായത് മോള് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ എപ്പോൾ ഇട്ടാലും അത് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. പിന്നെ കണ്ണെഴുതുക അതേപോലെ മസ്കാര ഇട്ടിട്ട് ഞാൻ പണ്ട് കോളേജിലായിരുന്നു. അപ്പോൾ അത് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതെപ്പോഴും ഞാൻ ചെയ്യുമായിരുന്നു. പണ്ടാണെങ്കിലും എനിക്ക് കാജൽ എഴുതുന്നത് മസ്റ്റായിരുന്നു. എനിക്ക് കാജൽ പിന്നെ മുടി പണ്ട് നല്ല തിക്നെസ് ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല ഭംഗിക്ക് കിടക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഉള്ളൊക്കെ പോയി, എന്നാലും കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് എൻ്റെ ചേച്ചി ദുബായിൽ നിന്ന് വരുമ്പം ഇങ്ങനെ ഐബ്രോ ഒക്കെ ചെയ്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ചേച്ചി നല്ല ഭംഗിയിൽ ഐബ്രോസൊക്കെ എഴുതി ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ വീഡിയോസ് കണ്ടാലും നേരിട്ടിങ്ങനെ കണ്ട് അങ്ങനെയാട്ടോ എനിക്ക് ഇൻട്രസ്റ്റൊക്കെ തുടങ്ങി. പിന്നെ ഓരോ സാധനങ്ങൾ ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞു തന്നും. പിന്നെ ഏടത്തിയാണെങ്കിലും എനിക്ക് കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയതും വാങ്ങിച്ചൊക്കെ തുടങ്ങിയതും. ഞാൻ അപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് യൂസൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ഒന്ന് വൃത്തിയായിരിക്കണ്ടെന്നൊക്കെ തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇച്ചിരി ബെറ്ററായി വരുന്നത്. സോ അതെ, അങ്ങനെ മുടി ഇപ്പോഴാണ് ഞാൻ ക്യാമറ പൊസിഷൻ ശരിയാക്കിയത്. പിന്നെ മുടി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ചീവിയതേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ ഒന്നും ചെയ്തില്ല. പിന്നെ സിന്ദൂരം ഇട്ടു, വാച്ച് ഇട്ടു, പിന്നെ ബാഗ് ഇട്ടു. പിന്നെയാണ് ഞാൻ ഓർത്ത് കമ്മലിടാൻ മറന്നുപോയെന്ന്. അപ്പോൾ ലാസ്റ്റ് കമ്മലും കൂടെ ഇട്ടു. ഹെയർ പിന്നെ അധികമൊന്നും ഞാൻ ചെയ്യാറില്ല, ജസ്റ്റ് ഡ്രൈ ചെയ്തു. പിന്നെ ചില സമയത്ത് ഞാൻ സിറം തേക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് സിറം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് തേച്ചില്ല. ജസ്റ്റ് ഒന്ന് അങ്ങനെ ശരിയാക്കിയിട്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഇയറിങ്സ് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ അല്ല കേട്ടോ, 2-3 വർഷമായി. 2-3 വർഷം മുമ്പ് വാങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും അതിനൊരു കുഴപ്പമില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ ഐ ഹോപ്പ് നിങ്ങൾ ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്തു എന്ന്. പിന്നെ ഇനി ന്യൂ വീഡിയോസായിട്ട് പെട്ടെന്ന് തന്നെ വരാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.